ഇനി ന്യൂനപക്ഷങ്ങളുടെ കാര്യം ഒരു ഭാഗത്ത് നിൽക്കട്ടെ. അമ്നിസ്റ്റി ഇന്ത്യ എന്ന് പറയുന്ന, ഗ്രീൻ പീസ് എന്ന് പറയുന്ന, പീപ്പിൾസ് വാച്ച് എന്ന് പറയുന്ന, ലോയേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഇതുപോലുള്ള ഒരുപാട് NGOs ഇന്ത്യയിലെമ്പാടും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെ ഫണ്ടിങ്ങോടുകൂടി അവരുടെ സോഷ്യൽ വർക്ക് നടത്തിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികളോ ഗവൺമെൻറ്റുകളോ തദ്ദേശീയ സ്ഥാപനങ്ങളോ എത്താത്ത പലയിടങ്ങളിലും അവരുടെ സേവനം ലഭിച്ചിരുന്നു. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ലിമിറ്റ് ചെയ്യപ്പെടുകയോ അവരുടെ പ്രവർത്തനം ഇന്ത്യയിൽ അവസാനിപ്പിക്കുകയോ ചെയ്തു. അപ്പോൾ ഓൾറെഡി ഒരുപാട് നിയന്ത്രണങ്ങളുള്ള BJP സർക്കാർ തന്നെ വരുത്തിയിട്ടുള്ള അമെൻമെൻറ്റുകളും റെസ്ട്രിക്ഷൻസും നിലവിൽ നിൽക്കുമ്പോൾ FCRA കുറിച്ചിട്ടുള്ള ആശങ്കകൾ CBCIയും ക്രൈസ്തവ വിഭാഗവും രേഖപ്പെടുത്തിയതിൽ എന്താ തെറ്റ്? ഈ രാജ്യത്ത് ഒരു സ്ഥാപനത്തിന്, ഒരു സമുദായത്തിന്, ഒരു സമൂഹത്തിന് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അപ്പോൾ പറയാണ് ഞങ്ങൾ വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഇടപെട്ട് ഇത് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുക, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. എടോ, നിലവിൽ നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ അതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കൊണ്ടുവന്നിട്ട് ആ നിയന്ത്രണം ഞങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല, അത് ഏർപ്പെടുത്തില്ല, അത് മാറ്റിവെച്ചു ചർച്ച ചെയ്യും. എന്തിനാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ കഴിഞ്ഞ വർഷം എത്ര കന്യാസ്ത്രീമാരെയാണ്, എത്ര പുരോഹിതരെയാണ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആക്രമിക്കപ്പെട്ടത്, എത്ര പള്ളികളിലാണ് കുർബാന നടത്താനും ക്രിസ്മസ് ആരാധന നടത്താനും സാധിക്കാതെ പോയത്. അവിടെയെല്ലാം BJP അപ്പോൾ തന്നെ കുറച്ച് ആളുകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവും, അവിടെ പോയി ചന്ദ്രശേഖർ ജിയെ കാണും, അവിടെ പോയി കിരൺ റിജ്ജു ജിയെ കാണും, എന്നിട്ട് നന്ദി മോദി എന്ന് പറയുന്നൊരു പരിപാടി ഇവിടെ നടത്തും. എന്തൊരു പ്രഹസനമാണോ ആ സിനിമയിൽ പറയുന്ന പോലെ? എന്തൊരു പ്രഹസനമാണ് എൻ്റെ സജി. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും മാധ്യമ സ്ഥാപനങ്ങളെയും വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഏത് വിധേനയും ഞങ്ങൾ അവർക്ക് സംരക്ഷണം നൽകും. ഒരു കാരണവശാലും ഈ ഗുണ്ടായിസം, ഈ വേട്ട അനുവദിക്കില്ല. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഞാനിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടത്, ശ്രീ ഷോൺ ജോർജ് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ഉപയോഗിച്ച ഭാഷ നമ്മൾ എന്തായാലും ഇവിടെ മൈക്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് പറഞ്ഞ കാര്യം, ദീപിക പത്രം എന്ന് പറയുന്നത് സഭയുടെ പത്രമല്ല, സഭയുടെ അഭിപ്രായമല്ല. അവിടെ ഒരുപാട് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, സാന്റാ മോണിക്കയുണ്ട്, പ്രൈവറ്റ് പണം മുടക്കുന്ന ആളുകളുണ്ട്, കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന വകുപ്പുകൾ അവർക്ക് പരസ്യം കൊടുക്കുന്നുണ്ട്. എല്ലാ പത്രങ്ങൾക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാ മാധ്യമങ്ങളിലും, എല്ലാ വിഷ്വൽ മീഡിയയിലും പ്രിന്റ് മീഡിയയിലും ഒക്കെ തെലങ്കാനയുടെയും കർണാടകയുടെ ഒക്കെ പരസ്യം വന്നിട്ടുണ്ട്. ഞങ്ങളതൊന്നും നിഷേധിച്ചിട്ടില്ലല്ലോ. അത് വെച്ചിട്ട് പറയാണ് ഞങ്ങൾ അവരെ വേട്ടയാടുമെന്നുള്ള ഭീഷണി നടത്തുകയാണ്. അതായത് ദീപിക പത്രത്തിൽ പരസ്യം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, അതിൽ ഷെയറുള്ള അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ്, അവരെ ഞങ്ങൾ EDയെയും CBIയെയും കൊണ്ട് ഭീഷണിപ്പെടുത്തും എന്നുള്ള ധ്വനിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കേരളത്തിൽ ഒരു സീറ്റ് പോലുമില്ലാത്ത ഒരു പാർട്ടി ദേശീയ തലത്തിൽ അധികാരമുണ്ട് എന്ന് വെച്ച് നിരന്തരമായി ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളും അവരെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം ഇനി കേരളം കൈകെട്ടി നോക്കി നിൽക്കില്ല. ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എവിടെയെല്ലാം കേരളത്തിൽ മുസ്ലിം ക്രൈസ്തവ വിഭജനവും സംഘർഷവും ഉണ്ടാക്കാൻ സാധിക്കുമോ, വർഗീയ പരത്താൻ സാധിക്കുമോ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വർഗീയവാദിയാണ് ശ്രീ ഷോൺ ജോർജും ശ്രീ PC ജോർജും. ഒരു കാരണവശാലും അംഗീകരിക്കില്ല. കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളെയും മുസ്ലിം വിഭാഗങ്ങളെയും അവരെ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ BJPയിൽ നിന്ന് ഏറ്റെടുത്തിട്ട് 2 സീറ്റ് അസംബ്ലിയിൽ മേടിച്ച് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി നടക്കുന്ന ഇവന്മാരെയൊന്നും വെച്ചു പൊറപ്പിക്കാൻ കേരള സമൂഹം തയ്യാറാവില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഷോൺ ജോർജും PC ജോർജും എങ്ങനെയാണ് കേരളത്തിൽ BJPയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ഈ പിതാക്കന്മാരുടെ കാല് പിടിച്ച് അവരെ ഡൽഹിയിൽ മോദിയുടെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക് പ്രധാനമന്ത്രിയുടെ
വിരുന്ന്, ക്രിസ്മസ് വിരുന്നിൽ എത്തിക്കുക, ഇതാണ് ജോലി. ഇവരെ എത്തിച്ചു കഴിഞ്ഞിട്ട് ഇവരെ കാണിച്ച് ഇവരുടെ തലയെണ്ണി ആ ആനുകൂല്യങ്ങൾ പറ്റുക, എന്നിട്ട് ഇവരെ തെറി വിളിക്കുക. എടോ, ബിഷപ്പുമാരെ മുഴുവൻ ഡൽഹിയിൽ എത്തിച്ച് പ്രധാനമന്ത്രിയെ അമിത്ഷായും കാണിച്ച് എന്ത് കാര്യം നിങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ കുറേ നേരമായിട്ട് കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ, കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. എവറി മൈനോറിറ്റി ഇൻ ദിസ് കൺട്രി വാസ് സേഫ് ആൻഡ് സെക്യൂർ അണ്ടർ ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് UPA റൂൾ. ആർക്കും ഈ ആശങ്ക ഉണ്ടായിരുന്നില്ല. വേറെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ സ്ഥാപനവും ഈ FCRA പരിധിയിൽ വരുന്നതാണ്. എല്ലാവർക്കും ആശങ്കയുണ്ട്. ചില ആളുകൾ അത് പ്രകടിപ്പിക്കുന്നു, ചില ആളുകൾ അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ സഭാ മേലധ്യക്ഷന്മാരുടെയും ക്രൈസ്തവ വോട്ടുകളുടെയും അക്കൗണ്ട് പറഞ്ഞ് സീറ്റ് വാങ്ങിച്ച് BJPയിൽ സ്ഥാനമാനങ്ങൾ മേടിച്ച് വല്ലതും നക്കിത്തിന്നാനുള്ളത് നക്കിത്തിന്ന് പോയാൽ മതി. കേരളത്തിലെ ഇന്ത്യയിൽ വരുന്ന 2.25% ക്രൈസ്തവര് BJPയുടെ കരുണയിലാണ് ജീവിക്കുന്നത് എന്ന PC ജോർജിന്റെ മനസ്സിലിരിപ്പും വർത്താനമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അല്ല, ഇത് കേരളത്തിലെ പ്രശ്നം മാത്രമല്ല. മണിപ്പൂർ സംഘർഷബാധിത പ്രദേശത്ത് ഞാനും ഡീൻ കുര്യാക്കോസും ആദ്യ മാസം തന്നെ പോയിരുന്നു. അവിടെ സെന്റ് ജോസഫ്സ് എന്ന് പറയുന്ന 1984 തുടങ്ങിയ ഒരു സ്ഥാപനമുണ്ട്. ഇംഫാൽ നഗരത്തിന്റെ നടുക്കാണ് മണിപ്പൂര്. അവിടെ നിരന്തരമായി ആക്രമിക്കപ്പെടുകയാണ്. കണ്ണായ ഭൂമിയാണ്. നിങ്ങൾ ക്രൈസ്റ്റ് കോളേജ് എടുത്ത് നോക്കിക്കോ, യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, എത്ര ഏക്കർ ഭൂമിയിലാണത്? എല്ലാ പ്രധാനപ്പെട്ട പള്ളികളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഫണേജസും വെൽഫെയർ സെന്ററുകളും സെമിനാരികളും എല്ലാം ഇന്ത്യയിലെ, നോർത്ത് ഇന്ത്യയിലെ, മധ്യപ്രദേശിലെ, ഛത്തീസ്ഗഡിലെ, ജാർഖണ്ഡിലെ, ഡൽഹിയിലെ എല്ലാം കണ്ണായ ഭൂമിയിലുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ് RSSന്റെ മൗത്ത് പീസായ ഓർഗനൈസറിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിവിടെ എന്ത് കാലിട്ടടിച്ചാലും അടിസ്ഥാനപരമായ അവരുടെ RSS ഐഡിയോളജിയിലേക്ക് മുസ്ലിം വിഭാഗത്തിന് ശേഷം ക്രൈസ്തവ വിഭാഗമാണ് എന്ന് ഓർത്താൽ മതി. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത്. അത് ഇവിടെ ഇവമാരിട്ട് വായിട്ടലച്ചാലൊന്നും അത് മാറാനൊന്നും പോകുന്നില്ല. എന്തായിരുന്നു നന്ദി മോദി എന്ന് പറഞ്ഞിവിടെ പരിപാടി നടത്തിയല്ലോ. അവർക്ക് ഭൂമി വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചോ? മുനമ്പത്തെ ജനതയ്ക്ക് നീതി കൊടുക്കാൻ പറ്റിയോ? ഞങ്ങള് പറഞ്ഞല്ലോ, വഖഫ് ബില്ല് വേറെയാണ്, മുനമ്പം ഭൂമിയുമായിട്ട് ഇതിന് ബന്ധമില്ല. ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചതാണ്. അണ്ടർ വാട്ട് പ്രൊവിഷൻ, അണ്ടർ വാട്ട് സെക്ഷൻ, അണ്ടർ വാട്ട് പ്രൊവൈസോ ഈസ് ദ മുനമ്പം പീപ്പിൾ ഗോയിങ് ടു ഗെറ്റ് ലാൻഡ് എന്ന് ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു, മറുപടി പറഞ്ഞില്ല. കിരൺ റിഡ്ജു മറുപടി പറഞ്ഞില്ല. ഇവിടെ വന്ന് അബദ്ധം പറഞ്ഞു, അത് കഴിഞ്ഞ് അത് തിരുത്തി പറഞ്ഞു 2 ആഴ്ചക്കകം റൂൾസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കിട്ടും. ഞാൻ പറഞ്ഞു, വിൽ ദേ ഹാവ് ടു ഫൈറ്റ് ദ ലീഗൽ ബാറ്റിൽ ഫോർ ദെയർ എൻറ്റയർ ലൈഫ്സ്? ഹൈക്കോടതിയും സുപ്രീം കോടതിയും കയറി ഇറങ്ങി നടക്കണോ എന്ന് ചോദിച്ചു. ഈ നിയമം ഉണ്ടെങ്കിൽ ഇത് കിട്ടും എന്ന് പറഞ്ഞു. ശ്രീ VD സതീശൻ അതിനെ സംബന്ധിച്ച് കൃത്യമായ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നും അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്.